അങ്ങനെ കാത്തിക്കിട്ടെത്തിയല്ലോ. ഹായ് ഗൈസ്, ഇന്ന് കാർത്തിനെ ഞാൻ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോയത്. അപ്പോൾ കാർത്തി വാ പറ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷാലു കാർത്തി 2353. അപ്പത്തേന് ഞങ്ങൾ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ഒന്ന് കടയിലൊക്കെ കയറണമായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കടയിലൊക്കെ കയറി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. അച്ഛൻ ചെറിയൊരു ക്ഷീണം പോലെ, ജലദോഷമൊക്കെ. അപ്പം അച്ഛന്മാരെ ശാലു വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എവിടേക്ക് ഓർണേ. അപ്പോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണ്. ഇന്ന് കാർത്തിനെ എന്നും സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോകുന്നത് അച്ഛനാണ്. അപ്പോൾ ഇന്ന് ഞാനാണ് വിളിക്കാൻ പോയത്. എന്തൊക്കെയാണ് പഠിപ്പിച്ചേ? ഇംഗ്ലീഷ് എന്താ പഠിപ്പിച്ചേ? ഞങ്ങളുടെ സ്കൂളില് ഷോപ്പ് തുടങ്ങി. അതിനുവേണ്ടി പൈസ വേണം. എല്ലോടെ പൈസയാ? അതെന്ത് പൈസ? അതെന്തിനാ? കാണിച്ചായിരുന്നു. എന്ത് ചേച്ചിനെ കാണിച്ചായിരുന്നു. 3 രൂപ. 3 രൂപയോ? എന്നാ മേടിക്കാനാ? ഇതെല്ലാം കൂടെ 3 രൂപയ്ക്ക് കിട്ടുവോ? ആര് പറഞ്ഞു? തനിച്ചേച്ചി പറഞ്ഞോ? തനിച്ചേച്ചി സ്കൂളിൽ വെച്ച് പൈസ കൊണ്ട് കാണിച്ച്. വണ്ടി കുറച്ച് വൈകിയ വന്നേ. ഹലോ ഹലോ, അന്ന് ഒരപ്പൻ്റെ ആളം പിടിച്ചിരിക്കുന്നു. മൃതദേഹം ജില്ലാ കളക്ടർ വരാതെ വിട്ടു നൽകാനാവില്ല, വിട്ടു നൽകില്ല. ജില്ലാ കളക്ടർ മറ്റൊരു തിരക്കിലായതിനാൽ അദ്ദേഹം വെയിലിപ്പിക്കുക. അതുപോലെ തന്നെ ആദിവാസികളുടെ ക്ഷേമത്തിനായി സർക്കാർ പ്രഖ്യാപിച്ച പല പദ്ധതികളും ഇവിടെയൊന്നും എത്തിയില്ല. അക്കാര്യത്തിലൊക്കെ അടിയന്തരമായി കമ്മീഷൻ ചെയ്തു. ഏകദിന സന്ദർശനത്തിനായി മുംബൈയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മുൻനിര നാവിക പോരാളികളെ രാജ്യത്തിന് സമർപ്പിച്ചത്. ഒക്കെ മണ്ണുണ്ടോ നമ്മുടെ കുഞ്ഞിന്? കാണിച്ച് സോറി ഗൈസ്, എന്റെ മാനോടിരുന്നു നിക്കറിന്റെ മൂടി കീറിപ്പോയി. അങ്ങനെ മിടുക്കി കുട്ടി
അവൾക്ക് പറ്റുന്നുണ്ടാവില്ല. എൻ്റെ അമ്മേ അവക്കെന്താ ഞാൻ വേണ്ട. നിക്കറ് മാറിയിട്ടുണ്ടോ? ഇപ്പൊ നിക്കറും പെയ്യിട്ടില്ല. വേറെ നിക്കറില്ലാത്ത നിങ്ങളിത് കാണുക. താഴെ വീണ് ഗൈസ്. പറ്റുന്നില്ല, പണിക്ക് പോയാൽ മതി എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണേ. അല്ല ഗൈസ്, ഞാൻ നേരത്തെയൊക്കെ പറന്ന് പോയിക്കൊണ്ടിരുന്ന സാധന ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ അതിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം. ഡാൻസേഴ്സിനൊക്കെ ആണെങ്കിലും പാട്ടുകാരായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എന്ത് കഴിവുള്ളവരും ആയിക്കോട്ടെ, നമ്മളതൊന്ന് ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ചെയ്യാതിരിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനിന്ന് ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത് അതുകൊണ്ടിട്ട് തന്നെയാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഡാൻസ് പണ്ടുതൊട്ടേ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇത് ചെയ്യാതെ ഞാൻ ഓർക്കും ഒന്ന് കുഞ്ഞിച്ചിരി കൂടി ആയിട്ട് എന്നാൽ ഡാൻസ് പഠിക്കാൻ പോവാം, അല്ലെങ്കിൽ കുഞ്ഞ് കുറച്ചുകൂടി ആയിട്ട് എന്നാൽ ഡാൻസ് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാം. കുട്ടികളുടെ അങ്ങനെ എല്ലാം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്, കുട്ടിയുടെ നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എല്ലാം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ കഥയ്ക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് കൊണ്ടിട്ടാണെങ്കിൽ തന്നെ കുട്ടീനെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ കുഞ്ഞാപ്പിക്ക് അന്ന് ഞാൻ ശരിക്കും പഠിക്കാൻ ചേർന്നപ്പോൾ തന്നെ എനിക്ക് കുഞ്ഞിന് 4 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഡെലിവറി കഴിഞ്ഞിട്ട് 4 മാസമായിട്ടുള്ളൂ. പക്ഷേ പൊതുവേ നാട്ടുപുറങ്ങളിൽ അമ്മമാരൊക്കെ ഇതൊക്കെ കാണുമ്പോഴത്തേനും എൻ്റെ അമ്മ വരെ ഉൾപ്പെടെ കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്തിനാ പഠിക്കാൻ പോണേ, നീ ഇത്ര ആയല്ലേ ഉള്ളൂ, ഡെലിവറി കഴിഞ്ഞിട്ട് ഇത്ര ആയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ചിലപ്പോൾ നടുവേന ഉണ്ടാവും, അത് ഇങ്ങനെയൊക്കെ ഓരോ പ്രശ്നം. അവരൊക്കെ പണ്ട് അങ്ങനെ ആയിരിക്കാം. എങ്കിൽ കൂടെ പോലും ഇപ്പോഴത്തെ ഈ രീതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നു വർക്കൗട്ടുകളൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറയുകയാണെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ പോകുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 മാസമായി എൻ്റെ അറിവിൽ കണ്ടവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനപ്പോൾ ഓർത്ത് തന്നാൽ പോയി നോക്കാം എന്ന് വെച്ചാൽ ഇനി ഞാൻ എന്താടാ ഇനിയും ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കളിക്കാൻ ഇനിയും ഭയങ്കര മടിയായി പോകും. ചിലപ്പോൾ ആ ഒരു കഴിവ് ചിലപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ ഡിം ആയിപ്പോകും. കാരണം ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയണത് എൻ്റെ ചേച്ചി തന്നെയാണ്. എന്നെ കുഞ്ഞിലേ തൊട്ട് എല്ലാ ഡാൻസ് ആയിക്കോട്ടെ എന്ത് ഐറ്റംസ് ആയിക്കോട്ടെ എല്ലാം ഞാൻ കണ്ടു പഠിച്ചതും എന്നെ പഠിപ്പിച്ചിരുന്നതും എല്ലാ സ്റ്റേജ് പ്രോഗ്രാം സ്കൂൾ കലോത്സവം ആയിക്കോട്ടെ ഞങ്ങൾ ആരുടെയും കീഴിൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയായിരുന്ന സമയം തൊട്ട് ഒരു രീതിയിലും ഞങ്ങൾ ഒരു സാറിൻ്റെ കീഴിലോ അങ്ങനെയൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എൻ്റെ ചേച്ചി തന്നെ എന്നെ എല്ലാം പഠിപ്പിച്ച്. എൻ്റെ ഗുരു എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ ചേച്ചി തന്നെയാണ് കേട്ടോ. ഇപ്പോഴും എല്ലാത്തിനും ഞാൻ കൂടെ നിൽക്കുന്ന എൻ്റെ ചേച്ചി തന്നെയാണ്. ചേച്ചിയുടെ പേര് ശ്യാമയെന്നാണേ. അപ്പോൾ ചേച്ചിയിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചതും ചെയ്തത്. എന്തിന് ഈ നഖം വളർത്തുന്ന കാര്യം പോലും ഞാൻ നഖം വളർത്തത്തില്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് നഖം വളർത്താൻ തുടങ്ങിയത്. അപ്പോഴൊന്നും പഠിത്ത താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചീൻ്റെ കയ്യും കാലൊക്കെ നഖം വളർത്തണമെന്നൊക്കെ തോന്നും. അങ്ങനെ വളർത്തില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്തുവാ, പ്രാക്ടീസ് ഡാൻസിൻ്റെ കാര്യം. ഓക്കെ, അതാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ആ റിലേറ്റ് അങ്ങനെ സംസാരിച്ചു പോകും. അപ്പോഴത്തേനും ചേച്ചിയിൽ നിന്നാണ് ഞാൻ കൂടുതലും കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നത്. അപ്പോൾ കുഞ്ഞിലെ തൊട്ടാണെങ്കിലും ചേച്ചിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയാണ് സ്കൂൾ കലോത്സവങ്ങളിൽ എല്ലാ എവിടെ പരിപാടി ആയിക്കോട്ടെ, ഓണപ്പരിപാടി ആയിക്കോട്ടെ, ക്രിസ്മസ് പരിപാടി ആയിക്കോട്ടെ, ഓണമൊക്കെ ഞങ്ങളുടെ അടുത്ത പറമ്പുകളിൽ അവിടെ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടന്മാരുടെ എല്ലാ ഫങ്ഷൻസിനൊക്കെ എന്തെങ്കിലും പാട്ട് പാട്ടില്ല. പാട്ട് ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ട് പാട്ട് പാടാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ ഞാൻ ഡാൻസ് മാത്രമേ ഞാൻ ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടുത്തെ ഇതിലൊക്കെ പോകുമ്പോൾ ചേച്ചീനെ ഓരോന്നൊക്കെ പഠിപ്പിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി കിടക്കുന്നു, ഞാൻ കണ്ടില്ല.
അപ്പോഴത്തേനും അങ്ങനെ ഓരോ ഐറ്റംസിലൊക്കെ അങ്ങനെയൊക്കെ ചേച്ചി എന്നെ പഠിപ്പിച്ച് ഓരോന്ന് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കാർത്തിയേ അടങ്ങിയിരിക്കുക. അതിനുശേഷമാണ് ഞാൻ ഇപ്പോൾ ചേച്ചി പറഞ്ഞു തന്നത് ഇതാണ്, ഉദാഹരണം പറഞ്ഞു തന്നത് ചേച്ചീൻ്റെ കാര്യമാണ്. വേറൊന്നുമല്ല, ഓരോന്നും ചെയ്യാനും പഠിപ്പിക്കാനൊക്കെ ചേച്ചി തന്നെയായിരുന്നു എന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ ചേച്ചി നല്ലോണം ഡാൻസ് കളിക്കും, തിരുവാതിര കളിക്കും, പാട്ടും പാടും. പാടുന്ന വെച്ചാൽ പാടും കേട്ടോ, നന്നായിട്ടൊക്കെ പാടുമെങ്കിലും ഞങ്ങളുടെ ബ്രദറിനെ പോലെ പാടില്ലെങ്കിലും എന്നെ പോലും പാടില്ലെങ്കിലും വേണമെങ്കിൽ പറയാം. ചേച്ചിയും പറഞ്ഞേട്ടോ, അങ്ങനെ ഞാൻ പറയില്ല. എൻ്റെ ചേച്ചിയും പാട്ടൊക്കെ പാടും കേട്ടോ. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കൂടെ പോലും ആ ചേച്ചി ഇപ്പോൾ കളിക്കാതെ ഇരുന്ന പ്രോഗ്രാമൊക്കെ പോയി ചേച്ചിട്ട് ആ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ ആ ലെവലിൽ അത് അങ്ങനെ പോയി. ഇപ്പോൾ ചേച്ചി കളിക്കലൊന്നുമില്ല, അങ്ങനെ ഡാൻസ് കളിക്കലും പാട്ടൊന്നുമില്ല. പിന്നെ അവിടെ എന്തെങ്കിലും പരിപാടികളൊക്കെ വന്നാൽ ചേച്ചി അവിടെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനും കുടുംബമായിട്ടൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചേച്ചി അവിടെ ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ കുടുംബശ്രീയിലൊക്കെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ തിരുവാതിര കളിയും അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് തിരുവാതിര കളിയൊക്കെ ചെക്ക സമ്മതിക്കണില്ല ഗൈസ്. അപ്പം തിരുവാതിര കളിയൊക്കെയാണ് ചേച്ചി, അങ്ങനെയൊക്കെ ചേച്ചി കളിക്കും. അപ്പോഴും കാണുമ്പോൾ ഓർക്കുന്നേമേ ഇത്രയും നന്നായി കളിച്ചുകൊണ്ടിരുന്ന ചേച്ചി എന്തുകൊണ്ട് ഇപ്പോഴും ആ കഴിവുകളൊക്കെ ഇങ്ങനെ. പൊതുവെ കല്യാണം കഴിഞ്ഞ് മിക്ക കഴിവുള്ള പെൺകുട്ടികളൊക്കെ ഇപ്പോൾ എല്ലാം ഓണായി വരുന്നുണ്ട്. നേരത്തെ സപ്പോസ് ഇപ്പം എൻ്റെ ചേച്ചീനെയൊക്കെ ഉദാഹരണം എടുത്ത് പറഞ്ഞു, ചേച്ചിയുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലുള്ള ചേച്ചിമാരൊക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷെ അന്നേ ഇതൊന്ന് ഇതാക്കിയിരുന്നെങ്കിൽ ഇന്ന് അവർ ബൂസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്നൊക്കെ നല്ലൊരു ധൈര്യം ഇറങ്ങിപ്പോയേനെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കൊണ്ടിട്ടാണ് ഞാൻ ഓർത്ത് ഇനി ഇരുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ജോലിക്കൊന്നും ഞാനിപ്പോൾ പോയി തുടങ്ങിയിട്ടില്ല. എനിക്കൊരു എയിം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഗൈസ്. ഞാൻ പൊക്കത്താണ് കേട്ടോ, അതിന് കുറേ ടാങ്ക്. അപ്പോൾ അതിനുള്ളൊരു പ്രയത്നത്തിലും കൂടിയാണ് ഞാൻ. അപ്പം അത് നേടാനല്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഒരു വയസ്സൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഡാൻസ് അപ്പോൾ അതിൻ്റെ കൂടെ വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരിക്കണമല്ലോ, എന്നാൽ വെറുതെ ഡാൻസൊന്നും വെറുതെ തന്നെ തുടങ്ങിയേക്കാം. അപ്പം ചേച്ചീനെയും കൂട്ടി പിടിച്ചു. അതാണ് ചേട്ടൻ്റെ വീടാണ്, തൊട്ട് പതുക്കെ തന്നെയാണ്. ഒക്കെ അത്ര ദൂരമൊന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ ക്യാമറ കാണുമ്പോൾ ചിലപ്പോൾ ദൂരമുള്ളതൊക്കെ ഫീൽ ചെയ്യുന്നത് ഇത്ര അടുത്താണ്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം കണ്ടോ, മഴവെള്ളം പോലെ ഇത്ര അടുത്താണ്. അപ്പം അങ്ങനെ പഠിക്കാമെന്നൊക്കെ വെച്ച് പോയതാണ് ഞാൻ. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചാൽ ഉണ്ട്, എന്ന് വെച്ചാൽ ചെയ്യാതിരുന്ന് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കാണിക്കണേ നീ അവിടെ ഇട്ടതൊക്കെ ഓരോന്നൊക്കെ ഒപ്പിച്ചുകൊണ്ട് വരുമോ ചെറുക്കൻ. അപ്പോൾ ചെയ്യാതിരുന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അതങ്ങ് ചെയ്യണ്ടേ, ചെയ്താലല്ലേ മാറ്റാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മുടെ തൻവി, നമ്മുടെ ടീച്ചർ ഞങ്ങളോട് പറയാറുണ്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന്. പക്ഷെ എനിക്ക് സമയം കിട്ടണില്ല. ഒന്നാമത്തെ കാര്യം സമയം കിട്ടണില്ല എന്ന് ഞാൻ തീർത്തും പറയില്ല, സമയം ഉണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ കൂടെ ഒരു കുഞ്ഞു സാധനം കൂടി ഉണ്ടാവുന്നേ ഉള്ളൂ. വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ഉച്ച കഴിയുമ്പോഴത്തേന് എനിക്ക് ഉച്ച കഴിയുമ്പോൾ എന്തായാലും ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് തന്നെയായാലും പാട്ട് എന്നാ ചെയ്യാനും ഉച്ച കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസൊക്കെ എന്തും ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റീൽസൊക്കെയാണ് ഞാൻ ഉച്ച കഴിഞ്ഞ സമയം കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെങ്കുട്ട് സാധനം ചിലപ്പോൾ ഉണ്ടാവും. ഇപ്പോൾ എന്തോ ഇതേ കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ അടുത്ത് എന്നാ കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യും. ഈ സൺഡേ കഴിഞ്ഞ സൺഡേ ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് അപ്പോൾ അത് മൺഡേ വെച്ചു. എനിക്ക് ബാക്കിയുള്ള ദിവസമൊന്നും ക്ലാസ്സിൽ പോകാനും പറ്റില്ല. കുട്ടിയായിട്ടുള്ളപ്പോഴേ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ പറ്റുള്ളൂ. വെച്ചാൽ കുഞ്ഞിനെ അച്ഛനും അമ്മയോട് കുറച്ച് നേരമൊക്കെ പിടിച്ച് അവർക്ക് നിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അവൻ്റെ മേടാണ്, അമ്മയ്ക്ക് അച്ഛനും ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുട്ടിയായിട്ടുണ്ടെങ്കിൽ എനിക്ക് വിനയിപ്പിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ച ക്ലാസ് മാത്രമേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഞായറാഴ്ച ക്ലാസ്സിലേക്ക് ഇപ്പോൾ പോയി തുടങ്ങിയിരിക്കണേ. അപ്പോൾ പ്രാക്ടീസിലേക്ക് പോവാം. ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല, ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. കൈ അരമണ്ടി ഇതിക്ക് ഇതുവരെ കാലിരിക്കണം. 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5
1 2 3 4 5. Okay. കാർത്തി അടങ്ങിയിരിക്കട്ടോ. തലമണ്ടി തുളമണ്ടി തുളമണ്ടി തലമണ്ടി. ഡാൻസ് പ്രാക്ടീസ് ചെയ്യ ചവിട്ടുന്നേ. പോടാ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ താഴെ നിൽക്കുക, കാർത്തി അവിടെ നിന്ന് റെഡിക്കണം പോലത്തെ ശബ്ദമൊന്ന്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ കേട്ടപ്പോൾ അച്ഛൻ എന്താന്ന് ഓർത്തു. ഒരു കോള് തന്നെ ഗൈസ്. വീഡിയോ എടുക്കാൻ പോകണം. കളി ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. കമോൺ. ടീച്ചറോട് കാര്യം നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം വയ്ക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ പോകാൻ പോകാൻ പാടില്ല. കൈ ഇങ്ങനെ തന്നെ നിൽക്കണം. മൂട് പോയി ഗൈസ്. ഇനി ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യേ. ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നേരത്തെയൊക്കെ ഒറ്റയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇപ്പം ഭയങ്കര മടിയായി.
ആ ഇതാണ് ക്ലാസ്സിൽ പോയിട്ട് വെച്ചാൽ കഴിയാം. ബാ പ്രാർത്ഥിക്കല്ലേ, മുറ്റടിക്കാനുണ്ട്, വിളക്ക് കത്തിക്കണം, പേരെല്ലാം തൂത്തിട്ടതാണ്. ഏറ്റവും പേര് അടിക്കട്ടെ. അയ്യോ കണ്ടോ 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 കടലിൽ കണ്ടോ, എത്ര നാളായി, ആഹാ ഒത്തിരി നാളായി കാണും നമ്മളുടെ ഗായ്സ്. സ്ഥലം കണ്ടോ ഗായ്സ്, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇവിടെ ഒരു പേരുമരമൊക്കെ ഉണ്ട്. പുളിമരം, ഈ പുളീൻ്റെ കാര്യം ഞാൻ എനിക്ക് പുളിയുടെ പേരെന്തായിരുന്നല്ലോ, കാർത്തി ഇരുമ്പം പുളി അല്ലേ? ഇരുമ്പം പുളി അല്ലേടാ? ഇതാണ് ഇരുമ്പം പുളി ഗൈസ്. ഞാൻ അന്ന് വ്ളോഗ് ചെയ്തപ്പോഴത്തേനും ഏതോ ഒരു പുളിമരത്തിൻ്റെ ഇല വേണമെന്ന് പറഞ്ഞില്ലേ, പേര് വിട്ടുപോയിന്ന്. അത് ഇരുമ്പം പുളി, ഇതേ ഇരുമ്പം പുളി. എന്താ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഗായ്സ്, ഇഷ്ടം പോലെ. ആ പിന്നെ നെല്ലിക്കപ്പുളി ഉണ്ട് കേട്ടോ, നെല്ലിക്കപ്പുളി പൊക്കത്ത്. അമ്പടാ കാണാവാ ഗായ്സ്, ഞാൻ കാണിച്ചു തരാം ഗായ്സ്. നെല്ലിക്കപ്പുളി, നെല്ലിക്കപ്പുളി. നേരത്തെയൊക്കെ എൻ്റെ വീടിവിടെ തുറവൂര് അവിടെ ചിറ്റയുടെ വീട്ടിലുണ്ടായിരുന്ന സാധനം. അന്ന് ഈ സാധനമൊക്കെ പറിക്കാനായിട്ട് ഓടുമായിരുന്നു ഉപ്പും കൂട്ടി തിന്നാനായിട്ട്. ഇപ്പം ദേ സ്വന്തം മുറ്റത്ത് ഉണ്ടായിട്ട് വേണ്ടേം താനും, എന്തല്ലേ. അയ്യോ അന്ന് ഇതൊക്കെ കഴിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ മത്സരിക്കുന്നു എന്നുള്ളതല്ലേ, അത് തീരുമാനിച്ചിട്ടരുത്. അഥവാ മിറ്റടിച്ചോണ്ടിരുന്നപ്പോഴത്തേനും ദേ നമ്മുടെ ചെറുക്കൻ എണീറ്റു ഗായ്സ്. ഉറക്കമായിരുന്നു, ആളൊന്ന് എണീറ്റു. കുഞ്ഞോ അവിടെ കാർത്തി അവിടെ കുഞ്ഞായിരുന്നു നോക്കുന്നു, അതേ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിതേ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഹായ് പഞ്ഞി, ഹായ് പഞ്ഞി, ഹായ് പറഞ്ഞേ. ടി വി കാഴ്ചയെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ നേരെ പോയി മേല് കഴുകി അവനെ ഞാൻ കുഞ്ഞിനെ അമ്മേനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അതിനുശേഷം ഞാൻ നേരെ വന്ന് വിളക്കൊക്കെ കത്തിച്ചിരുന്നു. പിന്നെ രാവിലെ നമ്മൾ മലക്കിയിട്ടിരുന്നല്ലോ, അപ്പോൾ ആ തുണിയൊക്കെ പോയി എടുത്തുകൊണ്ട് വന്ന് മടക്കി വെക്കുവാണ്. പിന്നെ ഇനി പ്രത്യേകിച്ച് ജോലികളൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ കാർത്തിനെ പഠിപ്പിക്കാനിരുത്തണം, അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. കുട്ടേട്ടൻ കുറച്ച് കഴിയുമ്പോൾ വരും. കുട്ടേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് താഴെ അല്ലൂട്ടനുണ്ട് കേട്ടോ. ഞാനപ്പോൾ അവനെ നോക്കിക്കൊണ്ടാണ് ഓരോന്നൊക്കെ പറയുന്നത്. ആർ ഫ്ലവർ, എന്തോ ഫ്ലവർ എന്ന് വെച്ചാ പൂവ്. എഫ് എഫ് എൽ ഓ പഠിക്ക്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ കാർത്തിനെ പഠിപ്പിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ക്യാമറ ഇടയ്ക്ക് ഇരുന്നാൽ ശരിയാവില്ല, ചെറുക്കനും അതും ഇടയ്ക്ക് നോക്കിക്കൊണ്ടേയിരിക്കും. ഇനി കാർത്തിനെയും പഠിപ്പിച്ച് ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചുണ്ടുവിന് അമ്മമ്മ കൊക്കണം. നമുക്കിനി ഫുഡ് കഴിച്ചണം, നൈറ്റ് ഫുഡ് കഴിച്ചണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അല്ലേ, ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ വാങ്ങുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലേ ലൈക്ക് ചെയ്യുക, എന്തോന്ന് സബ്സ്ക്രൈബ് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും 2353